ഇങ്ങനെയൊന്നും അല്ലടാ, നമുക്കിന്ന് പോണ്ടേ? ഇങ്ങനെ ആനേനെ കണ്ട് ഇല്ല, ചുമ്മാ ഡോർ തുറക്കാൻ ചുമ്മാ വീട്ടില് എല്ലാ ദിവസവും ഒരേപോലെ അങ്ങ് പോയിക്കൊണ്ട് നിന്നപ്പോൾ എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. വേറെ എങ്ങോട്ടല്ല, ഏഴാറ്റുമുഖം വഴി ഒന്ന് അതിരപ്പള്ളി കറങ്ങിയിട്ട് വരാലോ എന്ന് വിചാരിച്ചു. മെയിൻ ലക്ഷ്യം ഇത്രേ ഉള്ളൂ, കാട്ടാനേനെ കാണുക. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. അപ്പോൾ എല്ലാവരും കൂടെ കൂടിക്കോ, ഒന്ന് കറങ്ങി നമുക്ക് ആനേനെ കണ്ട് തിരിച്ചു വരാം. റോഡ് സൈഡിൽ ഏത്തപ്പഴം വിൽക്കണ കണ്ടിട്ട് ചുമ്മാ വണ്ടി സൈഡാക്കിയതാണ്. എന്ത് ആംബിയൻസ് ആണ് നോക്കിയ ഈ റൂട്ട്. ഇതിന്റെ സൈഡിലായിട്ട് കുറെ അമ്പലങ്ങളും നല്ലൊരു പ്രത്യേക വൈബ് ഈ റൂട്ടിൽ കൂടെ ഇങ്ങനെ പോകും. ആ അതേപോലെ. ഹായ് ചേട്ടാ. ഇവിടെ വീടുകളൊക്കെ ഉണ്ട്. ഈ വീടുകൾക്ക് ഉള്ള പട്ടിയാന്ന് തോന്നുന്നത്. ഇവിടെ ഈ സൈഡിലൊക്കെ മറ്റേ ഇതും വെച്ചിട്ടുണ്ട്. ഏത് എർത്ത് കമ്പികള്. അതേനാ. അത് ഈ രാത്രി ആവുമ്പോ ആനകളൊക്കെ ചെറിയ ചെറിയ വീടുകൾ കണ്ട. ഈ വീടുകളൊക്കെ നോക്കി, ഇതാണ് ഇവിടുത്തെ വീട്. അത് ഈ പാം ട്രീസിന്റെ ഇവിടെ തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ വീടുകളാന്ന് തോന്നുന്നു അല്ലേ? പാം ട്രീ ആണ് ഇവിടെ മെയിൻ. ഈ സമയത്തൊക്കെ ആനയൊക്കെ മിക്കവാറും കുറവായിരിക്കും. പിന്നെ അതുപോലെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് നല്ല തിരക്കുണ്ട്. അതിരപ്പള്ളിയിട്ട് വരാൻ നല്ല രസം സുഹൃത്തുക്കളെ. ഇവിടെ കാണാൻ ലക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ആനേനെ കാണാൻ പറ്റും. ആനേനെ കണ്ടാ മതിയായിരുന്നു. നിറയെ പനത്തോട്ടം. ഇനിയിപ്പോ ചാലക്കുടി പുഴ, ചാലക്കുടി ഏഴാറ്റുമുഖം പോയിക്കൊണ്ടിരിക്കണേണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മള് വെറ്റിലപ്പാറ പാലം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ തവണ ഒന്നും ഇപ്പൊ ഇവിടെ നിറച്ച് വെള്ളമായിരുന്നു. ഇപ്പൊ വെള്ളമൊന്നും ഇല്ല, വെള്ളം കുറവാണ്. ഇത്രയും ഇതിന് ഈ കല്ലുകളൊന്നും കാണൂലായിരുന്നു നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോ. ഈ ഏരിയ നല്ല തിരക്കുണ്ട്. സിൽവർ സിൽവർ സ്റ്റോമിന്റെ ഏരിയ അതായതുകൊണ്ടാണ് ഇത്ര തിരക്കല്ലേ. എവിടെ? ഇതിപ്പോ പിള്ളപ്പാറ ഐസ്ക്രീമാ മേടിക്കും. ഇതിപ്പോ പിള്ളപ്പാറ സ്ഥലമാണ്. അതിരപ്പള്ളിയിലേക്ക് പോണ വഴി പിള്ളപ്പാറ. ഇവിടുന്ന് ഇനി ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവുക അതിരപ്പള്ളിയിലേക്ക്? നിസ്സാരം. അത് നല്ല സ്പോട്ടല്ലേ ഈ അമ്പലം. നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒരുപാട് തിരക്കുണ്ട് ഈ റൂട്ടില്. എന്താണ് ഇന്നൂസിന് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? പറയൂ ഐഷക്ക്, എന്താ പറയാനുള്ളത് നമ്മളുടെ ഇന്നത്തെ ട്രിപ്പിനെ കുറിച്ച്? സൗണ്ടിൽ പറ. എല്ലാത്തിന്റെയും ക്രോസിംഗിന്റെ സൈൻ ബോർഡ്സ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിച്ച് ഓരോ സ്ഥലത്തേക്ക് നോക്കും, പക്ഷെ അതിനെ കാണണ്ടേ. ഇല്ല, ചുമ്മാ ഏഴാറ്റുമുഖം വരെയും ജസ്റ്റ് വന്നതാണ് ഇവിടെ. ആനേനെ കാണാൻ വേണ്ടി വരുന്നതാ. പക്ഷെ ഇവര് സമ്മതിക്കണില്ല. ഇവര് പറയണ ഷോളയാറ് കാട് കയറണം എന്നാ പറയണേ. ന്യൂസ് എന്താ പറയണേ? പോണം. എങ്ങനെ ഇരിക്കണം? ഇവിടെ ഏഴാറ്റുമുഖം വരെ വന്നതല്ലേ, ആനേനെ കണ്ടാ പോരെ? പറ്റില്ല, വീഡിയോ കണ്ടിട്ട് കാര്യമില്ല. ഇപ്പൊ നിലവില് നമ്മള് അതിരപ്പള്ളി വാട്ടർഫാൾസിന്റെ വ്യൂ പോയിന്റിന്റെ സൈഡിലാ നിക്കണേ. ഇവര് സമ്മതിക്കണില്ല ഗൈസ്. നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോവാ. നമ്മൾ സ്റ്റേ ചെയ്യാൻ ഡ്രസ്സ് പോലും എടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാ? ഡ്രസ്സ് പോലും എടുത്തിട്ടില്ല.
അപ്പൊ നാളെ ബ്രഷ് ചെയ്യണ്ടേ? ബ്രഷ് എടുത്തിട്ടില്ല, ഒരു ടവല് പോലും എടുത്തിട്ടില്ല. കൈ വെച്ചില്ലേ എങ്ങനെ പേസ്റ്റ് വാങ്ങിയിട്ട് കൊയ്യങ്ങട് നൈറ്റ് അതല്ല, നൈറ്റ് ഫുൾ കാട്ടിൽ പെട്ടു നമ്മള്. പറയണ കേക്ക്. ഇവിടെ തീരുമാനമായിട്ടില്ല, മിക്കവാറും ഞങ്ങള് കാട് കയറുന്ന തോന്നണം. ഇവർ രണ്ടുപേരും ഇതേ റോട്ടിലിറങ്ങി സമരത്തിലാണ്. ഇവർക്ക് ഷോളയാറ് കാട്ടിലേക്ക് കയറണം, സമ്മതിക്കണില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഐഷ അവിടെ നിൽക്കണോണ്ട് ബട്ടർഫ്ലൈ വരാത്തെ. ഐഷാനെ കണ്ടപ്പോ ബട്ടർഫ്ലൈ പറന്നുപോയി. അവിടെ സമരം ചെയ്യും. അങ്ങനെ നമ്മൾ ചാർപ്പ വാട്ടർഫോൾസിന്റെ അവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പിള്ളേരെ ഇവിടേക്ക് ഒന്ന് നിർത്തി ഒന്ന് സോപ്പ് ഇട്ടിട്ട് തിരിച്ചു പോകാന്നുള്ള പ്ലാനാണ്. എന്തായാലും ഫോറസ്റ്റിലേക്ക് ഞങ്ങൾ കയറുന്നില്ല, കാരണം ഒട്ടും പ്ലാനില്ല അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. ചെക്ക് പോസ്റ്റ് വരെയും പോയിട്ട് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുകയും ചെയ്തത്, കാരണം നമ്മൾ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഒരു ഡ്രസ്സ് പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങോട്ട് പോയാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് തിരിച്ചിന്ന് പോരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ തിരിച്ച് ചാർപ്പ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വന്ന് പിള്ളേരെയൊക്കെ ഒരുവിധം സോപ്പിട്ടു. പക്ഷെ ആയിഷ ഫുൾ തെറ്റിയിട്ടോ. ആള് കാറിൽ നിന്ന് ഇറങ്ങണേ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇറങ്ങിയിട്ടും ആൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അവിടെ തന്നെ നിൽക്കുമായിരുന്നു. അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഫസ്റ്റ് കണ്ട കാഴ്ചയാണ് ഇത്. ഒത്തിരി കുരങ്ങന്മാരവിടെ ഉണ്ടായിരുന്നു. ഐഷ പിണങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഐഷാക്ക് ഷോളയാർ കാട് കയറണം എന്നാ പറയാ. തൊടലേട്ടു ചോടാ ഫുഡ് തിന്നണേണ് കാണുന്നത്. താഴെ വീണ് കിടക്കണ ഫുഡുകൾ, അതിൻ്റെ ഉള്ളിൽ കുറേ ബിരിയാണി ചോറിൻ്റെ കുറേ, അതൊക്കെ ആള് കഴിക്കുവാണ്. നമ്മൾ പോണടുത്ത് പല സ്ഥലത്തും കണ്ട കാഴ്ചയുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ആനിമൽസൊക്കെ അത് കഴിച്ച്. അതൊക്കെ ശരിക്കും അവർക്ക് ബുദ്ധിമുട്ടാണ് ശരിക്കും നമ്മൾ ഉണ്ടാക്കുന്നത്. അത് കറക്റ്റായിട്ട് നമ്മൾ ഡിസ്പോസ് ചെയ്യുവാണെങ്കിൽ, ഡംപ് ചെയ്യുവാണെങ്കിൽ അത് എത്രയോ നന്നായിരുന്നു, എല്ലാവർക്കും ഉപകാരമല്ലേ. പക്ഷെ ആരും അത് പ്രോപ്പറായിട്ട് ചെയ്യണില്ല എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ് ഈ കാണുന്നത് നിങ്ങൾ. ഈ ബസ്സൊക്കെ വളവ് തിരിഞ്ഞ് വരുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയാലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. പ്രത്യേകിച്ച് KSRTC ബസ്സുകളൊക്കെ ആണെങ്കിൽ പറയേ വേണ്ട. വലിക്കാണ്. അയ്യോ കേറാൻ പറ്റില്ല. കൊടുക്ക്. താങ്ക്സ് ചേട്ടാ. എനിക്ക് തരുമോന്ന് എന്തെങ്കിലും ഉണ്ടോ അവിടെ? അങ്ങനെ ഐഷാന്റെ സമരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ആ വാട്ടർഫോൾസിന്റെ അടുത്തേക്ക് ഒന്ന് പോവാം. പോവാ. എന്താ നോക്കണേ? നമ്മിപ്പോ വന്നിരിക്കുന്നത് ചാർപ്പ വാട്ടർഫോൾസിലാണ്. വാട്ടർഫോൾസ് മരം നോക്കി ഒന്നെങ്കിൽ എന്താ
വാട്ടർഫോൾസും കണ്ട് താഴേക്ക് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ഈ വാൻ ശ്രദ്ധയപ്പെട്ടത്. ഒരുപാട് ആയുർവേദിക് പ്രോഡക്റ്റ്സ് ഒക്കെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കാട്ടുതേനും ഉണ്ട് കൂട്ടത്തിൽ. ഇവിടുത്തെ ട്രൈബൽസിൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു ഇത് കണ്ടിട്ട്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ നിന്ന് തിരിക്കുകയാണ്. അങ്ങനെ ചാർപ്പയിലെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിക്കുകയാണ് കേട്ടോ. ഇനി ആനേനെ കാണുക എന്നുള്ള ഒരു സംഭവം കൂടി ഉണ്ട്. കാട്ടാനേനെ ലക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് അങ്ങോട്ട് ഇനി കുറേ വണ്ടികൾ പാർക്ക് ചെയ്തേക്കണാണ് കേട്ടോ. അതിരപ്പള്ളി വാട്ടർഫാൾസ് കാണാൻ വേണ്ടി വന്ന ആൾക്കാരുടെ തിരക്കാണ്. ഇന്ന് സൺഡേ കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് പോന്നപ്പോൾ. തിരിച്ച് ഞങ്ങൾ വെറ്റിലപ്പാറ പാലമായിട്ടോ. ഇനി ഈ പാലം കഴിഞ്ഞ് അങ്ങോട്ട് കാട്ടാനകളെ കാണാനുള്ള ചാൻസ് ഒത്തിരി ഉണ്ട്. പിന്നെ സമയം സന്ധ്യ കൂടി കഴിഞ്ഞേക്കണതുകൊണ്ട് ഉറപ്പായിട്ടും കാട്ടാനകൾ ഇറങ്ങുന്ന ടൈമാണ്. അപ്പോൾ അത് കണക്കാക്കിയാണ് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചത്. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കി പോയപ്പോൾ ഒരു കാട്ടാനേനെ കണ്ടു. അങ്ങനെ ഒന്നല്ല രണ്ടെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമുക്കത് നേരം ഇരുട്ടിയേക്കണതുകൊണ്ട് മര്യാദക്ക് ക്ലാരിറ്റിയിൽ കിട്ടിയില്ല അത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. എന്തായാലും കണ്ട ഒരു സന്തോഷം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, നിരാശ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഫോറസ്റ്റിൻ്റെ ഏരിയയിൽ പെട്ടേക്കണതുകൊണ്ട് തന്നെ നമുക്ക് അധിക നേരമൊന്നും അവിടെ സ്റ്റേ അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആനേനെ കുറച്ച് നേരം കണ്ടിട്ട് നമ്മൾ പിന്നെ അവിടുന്ന് യാത്ര തിരിച്ചു കേട്ടോ. പോകുന്ന വഴി ഇനിയും ആനേനെ കാണാൻ ചാൻസ് ഒത്തിരി ഉണ്ട്. കാരണം ഫുൾ പാം ട്രീസ് ആണ് അവിടെ. അപ്പോൾ ഈ നേരത്താണ് ആനകളൊക്കെ അവിടെ പാം ട്രീ കഴിക്കാൻ വരുന്ന ടൈം. വേറെ പിന്നെ ഞങ്ങൾക്ക് ആനേനെ ഒന്നും കാണാൻ കിട്ടിയില്ല. ഞങ്ങൾ പിന്നെ സിറ്റിയിലേക്ക് കടന്നു. നമ്മളിപ്പോൾ അങ്കമാലി റൂട്ടിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.